നമ്മുടെ പുരത്തിൽ ഫൈസൽ നമ്മുടെ തലശ്ശേരി മുനിസിപ്പൽ കൗൺസിലൂടെ നമുക്കൊപ്പം ചേരുന്നു. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് വ്യാപകമായിട്ട് മയക്കുമരുന്ന് ബ്രൗൺ ഷുഗറൊക്കെ ലഭ്യമാണ് എന്ന് ആൾക്കാർ പറയുന്നു. ഒരുപാട് പരാതിയുണ്ട്. കൗൺസിലറുടെ അഭിപ്രായം എങ്ങനെ? തീർച്ചയായിട്ടും തലശ്ശേരി നഗരസഭക്കകത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തലശ്ശേരി നഗരസഭ, അതെ അതെ, നിങ്ങൾ കാണുന്ന പ്രദേശം ഇവിടെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും സമൂഹത്തിൻ്റെ അഭിപ്രായം കൂടി ഞാൻ പറയുന്നത്. കൂടുതൽ പേരും ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഈ ഒരു സ്ഥലം കസ്റ്റംസ് അവർ അക്കോമഡേഷനും കാര്യങ്ങളും ചെയ്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ താമസിപ്പിക്കേണ്ട ഒരു സ്ഥലമായിട്ട് എടുത്തിട്ടതായിരുന്നു. അവിടെ ആരും താമസമില്ല ഈ പറയുന്ന. അവരത് ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ അത് സാമൂഹ്യ ദ്രോഹികൾ, ഈ പറയപ്പെടുന്ന ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സ്ഥിര കേന്ദ്രമായിരുന്നു. അത് ഇപ്പോൾ സ്ഥിര കേന്ദ്രമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ പിടിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ 2 മാസത്തെ ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ട ശക്തമായ ഇടപെടലിൽ കസ്റ്റംസും അതോടൊപ്പം പോലീസും ചേർന്ന് നല്ല രീതിയിൽ ശക്തമായിട്ട് ഇടപെടൽ ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ. ഏത് ടൈപ്പ് മയക്കുമരുന്നൊക്കെയാണ് ഇവിടെ ലഭ്യമാകുന്നത്? മെയിനായിട്ട് MDMA, പിന്നെ ഷുഗർ, എല്ലാ രീതിയിലുള്ള എന്തെല്ലാം രീതിയിലുള്ള മയക്കുമരുന്നുകളുണ്ടോ അതെല്ലാം അവൈലബിൾ ആണ് ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ. കുട്ടികളിലൊക്കെ ഇതിന്റെ സ്വാധീനമുണ്ടോ? തീർച്ചയായിട്ടും കുട്ടികളിൽ വിദ്യാർത്ഥികൾ അടക്കം വന്ന് വാങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ 2021 മുതൽ ശക്തമായ രീതിയിൽ ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ ഒരു നിലപാടെടുത്തൊരു കൗൺസിലറാണ്. നഗരസഭ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ? നഗരസഭ ഫസ്റ്റ് ടൈം സ്ട്രോങ് ആക്കി ആക്ട് ചെയ്തിട്ടില്ല. 2021 മുതൽ ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് നഗരസഭ സ്ട്രോങ് ആക്കി ആക്ട് ചെയ്യാൻ തരുന്നത്. ഇപ്പൊ കുറവുണ്ടോ? ഇപ്പൊ ഈ 2 മാസമായിട്ട് കുറച്ച് ഗണ്യമായ കുറവിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് അറിയാവുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 3 ആളെ ഇവിടെ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റേ നേരിട്ടറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനെ കുറിച്ച്? രാത്രികാലങ്ങളിൽ ഞാൻ എൻ്റെ ഓഫീസ് ഇവിടെ തന്നെയാണ്. രാത്രികാലങ്ങളിൽ ഇതിവിടെ സ്ഥിരം, ഇപ്പോഴും രാത്രികാലങ്ങളിൽ സ്ഥിരമായിട്ട് വന്നിട്ട് പലതവണ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പിടിച്ചുകൊണ്ടപ്പോൾ 1 മണിക്കൂർ കഴിയുന്നപ്പോഴത്തേക്ക് അവർ റിട്ടേൺ ഇറങ്ങി വരും. നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണം ഇതിന് വേണ്ടിയിട്ട്. അല്ല, വിളിച്ച് പറയുന്നതിലൂടെ ഇവരുടെ പരാക്രമം ഉണ്ടോ ഈ മാഫിയ സംഘത്തിൽ? മാഫിയ സംഘം പരാക്രമമുണ്ട്. ഇതായപ്പോൾ ഞാൻ ഇപ്പോൾ ക്യാമറ ഒക്കെ വെച്ചതിന് ശേഷം കുറച്ചൊന്ന് ഒതുങ്ങി. ആക്രമം പിന്നെ ഞങ്ങളെല്ലാം കാല് കൊത്തും കൈ കൊത്തും എന്നെല്ലാം പറഞ്ഞിട്ട് ഭീഷണിക്കുണ്ട്. അപ്പൊ അത് പറയലാണ്. അക്രമത്തിന് ഞാൻ ഇരയായിട്ടുണ്ട്. ലഹരി മാഫിന്റെ അക്രമത്തിന് ശക്തമായ രീതിയിൽ ഇരയായ ഒരു വ്യക്തിയാണ്. നിരന്തരമായി മർദ്ദിച്ചു. മാരകായുധം കൊണ്ട് എന്റെ പിന്നാലെ ഓടി വന്ന് നാഴികക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആ സമയത്ത് വളരെ ശക്തമായ ആക്രമണം. അത് ഈ പറയപ്പെടുന്ന പോലെ തന്നെ ലഹരി മാഫിയ സംഘത്തിനെതിരെ ശക്തമായി സംസാരിച്ചതിന്റെ പേരിൽ അതിനുശേഷം ഭീഷണി ഫോണുകളാണ് പിന്നീട് വന്നത്. സത്യത്തിൽ 100 പേരടങ്ങുന്ന വലിയൊരു കമ്മിറ്റി രൂപീകരിച്ചു ഇതിനെതിരെ, ഈ ലഹരി മാഫിയക്കെതിരെ. പക്ഷെ അവരെ ഭാഗത്ത് ശക്തമായ അറ്റാക്ക് കാരണം ഈ പറയപ്പെടുന്ന 100 പേരിൽ ചുരുങ്ങി ആൾക്കാർ ഇല്ലാണ്ടായി. പിന്നെ പേടിച്ചിട്ട് നഗരസഭ, ഞാൻ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ശക്തമായിട്ട് നിൽക്കണം. ഞങ്ങൾ 24 നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്തായാലും 24 ഈ പറയപ്പെടുന്ന ലഹരിക്കെതിരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു തീവ്ര യജ്ഞം മാത്രമല്ല, ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങും തോറും എണ്ണം കൂടി വരിക. അതുകൊണ്ട് ഇത്തരം ദുർബലമായ സ്പോട്ടുകളിലേക്ക് ഞങ്ങൾ നേരിട്ട് കയറി ചെല്ലാൻ തീരുമാനിച്ചു. അതിന്റെ ആദ്യ തീരുമാനം നമ്മൾ 24-നും അതോടൊപ്പം 24-ന്റെ അവതാരകർക്കും ഒരു വാർഡ് കൗൺസിലർ എന്ന രീതിയിൽ ഈ ചേട്ടന്മാരുടെ ജില്ലാ പോലീസ് സൂപ്രണ്ട് പറയാനുള്ളത്, അങ്ങ് ഈ സ്ഥലം നീറ്റാക്കണം. കാരണം ഈ പ്രദേശമൊക്കെ ഇങ്ങനെ വേരി പിടിച്ച് കിടക്കാൻ പാടില്ല. അല്ലേ? കാട് പിടിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഇവര് സാമൂഹ്യ വിരുദ്ധർ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങൾ സംഘടിക്കും. ഓക്കെ അല്ലേ? ജില്ലാ പോലീസ് സൂപ്രണ്ട് ആണ് അല്ലേ? എന്തായാലും മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൊടുക്കുന്ന കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടില് ഈ പ്രദേശം ഉൾപ്പെടുത്തും. തലശ്ശേരി ഉൾപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ ജില്ലയല്ലേ ഇത്? മണ്ഡലം തലശ്ശേരി തീർച്ചയായും ഉൾപ്പെടുത്തണം. സ്പീക്കർ മണ്ഡലം ഏന് ശംസീറിന്റെ മണ്ഡലം കൂടിയാണ്. അദ്ദേഹത്തോട് പറയാം. നിങ്ങൾക്കെല്ലാം ഒരേ ശബ്ദമല്ലേ? ഈ മയക്കുമരുന്ന് ഇവിടെ വേണമെന്ന അഭിപ്രായമൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്കൊരു തലശ്ശേരി നഗരമധ്യത്തിലാണ്. ആലോചിച്ച് നോക്കൂ, ചന്തയ്ക്ക് പിന്നിൽ ഒരു സ്ഥലം ഈ പറഞ്ഞ MDMA രാസ ഉപയോഗിക്കാനുള്ള സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുന്നു. നമ്മൾ സർക്കാരിനെ കൂടെ അറിയിക്കാം. അപ്പൊ അവിടെ കണ്ണു വേണം. ഇവിടെ വേസ്റ്റ് ആണ്. എന്തായാലും ഈ പ്രദേശം ഇത് ആൾക്കാർക്ക് സ്വൈര്യവികാരം നടത്താൻ പറ്റിയ സ്ഥലമാണ് അല്ലേ? തീർച്ചയായിട്ടും. പേര് കേട്ട പുറത്ത് കുഞ്ഞബ്ദുള്ള ഓർമ്മ വന്നു നമുക്ക്. അല്ലെ, ഇതൊരു വളരെ ഷോക്കിംഗ് ആയ ഒരു സംഭവം അല്ലേ? തലശ്ശേരി മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ ഇങ്ങനെ വ്യാപകമായി മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ആൾക്കാരെത്തുന്നു. മയക്കുമരുന്ന് നിർബാധം ഇവിടെ വ്യാപകമാകുന്നു. എന്തായാലും തലശ്ശേരി പോലീസ് സൂപ്രണ്ടിന്റെ ശ്രദ്ധ, കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ശ്രദ്ധ പതിഞ്ഞു കാണാൻ അടിയന്തരമായിട്ട്. കാരണം ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മള് പോലീസ് സംവിധാനമായിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ട്. ഓക്കെ.